സം ഗോൾഡ് ഈ കത്ത് കിട്ടുമ്പോൾ ശ്രീ വാസു എന്താ ചെയ്യേണ്ടുന്നത്? കള്ള, നീ എത്ര ഗോൾഡാണ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് ചോദിക്കണ്ടേ? ഇവിടെ ശ്രീ ജിതിൻ ദേവ് ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ക്യാമ്പയിൻ BJP നടത്തുന്നു, നിങ്ങൾ നടത്താൻ പോകുന്ന വലിയ സമരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ പിണറായി വാസവൻജിയെ പുറത്താക്കിയില്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് പരാതി പറയുമെന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി പറയുകയും ചെയ്തു. ഇവിടെ പരാതി എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ഈ ദേവസ്വം സംവിധാനത്തെ ആകെ കളങ്കപ്പെടുത്തിയാലുള്ള പ്രശ്നം ശബരിമല പോലെയുള്ള, പ്രത്യേകിച്ച് ശബരിമലയിലെ വലിയ വരുമാനം കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 1000-ലധികം ക്ഷേത്രങ്ങളിൽ അന്തിത്തിരി കത്തുന്നത്. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞതുമാതിരി ആളുകൾ ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കാനും കാണിക്കയിടാനും വിസമ്മതിക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ അടിച്ചുകൊണ്ട് പോകും എന്ന നിലയ്ക്കുള്ളൊരു ക്യാമ്പയിൻ നടന്നു കഴിഞ്ഞാൽ, മേജർ ക്ഷേത്രങ്ങളുടെ, വലിയ ക്ഷേത്രങ്ങളുടെ വരുമാനം നിലച്ചു കഴിഞ്ഞാൽ ബാക്കി 1000-ലധികം ക്ഷേത്രങ്ങൾ പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. അപ്പോൾ ഇതിൽ കേവല രാഷ്ട്രീയത്തിനപ്പുറത്ത് നടന്ന കൊള്ള, അതിന് ഉത്തരവാദികളായ ആളുകളെ നിശിതമായി ശിക്ഷിക്കുകയും കട്ട മുതൽ തിരിച്ചുപിടിക്കുകയും ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ദേവസ്വത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് കാര്യമുണ്ടോ? അഭിലാഷ്, ഈ 1000-ലധികം ക്ഷേത്രങ്ങളിൽ അന്ത്യത്തിരി കത്തുന്നത് ഈ പറഞ്ഞ മഹാക്ഷേത്രങ്ങളിൽ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളത് ഒരു CPM നറേറ്റീവാണ്. കാരണം നമ്മുടെ ദേവസ്വം ബോർഡിന് കീഴിൽ മൊത്തമുള്ള ക്ഷേത്രങ്ങൾ 1258 ക്ഷേത്രങ്ങളാണ്. അതിനകത്ത് ഈ പറഞ്ഞ C കാറ്റഗറി, അതായത് നിത്യ ചെലവിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിൻ്റെ സഹായം തേടുന്ന ക്ഷേത്രങ്ങൾ, കടമായിട്ടെങ്കിലും സഹായം തേടുന്ന ക്ഷേത്രങ്ങൾ 200-ന് താഴെയാണ്. അപ്പോൾ ഈ 1000-ഓളം ക്ഷേത്രങ്ങൾ എന്നുള്ളത് ഒരു CPM നറേറ്റീവാണ്. ആ നറേറ്റീവ് ഇവർ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനകത്ത് മാധ്യമപ്രവർത്തകർ വീണു പോകുന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് അതേ സംബന്ധിച്ചുള്ളത്. ഇതിനകത്ത് പ്രധാനമന്ത്രിയുടെ പരാതി പറയുക എന്ന് പറയുമ്പോൾ ഈ ശബരിമല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രം ഒരു സ്വത്താണോ? ശബരിമല എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള കോടാനുകോടി അയ്യപ്പ ഭക്തന്മാരുടെയാണ്. ആ ക്ഷേത്രത്തിൻ്റെ പരിപാവനതയും പുണ്യതയും തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ക്രിമിനൽ കോൺസ്പിറൻസി നടന്നിരിക്കുന്നത്, തീവെട്ടിക്കൊള്ള നടന്നിരിക്കുന്നത്. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് എന്നുള്ളത് ശ്രീ ജയചന്ദ്രൻ, ഇത് ഈ CPM നേതാക്കന്മാരുടെ വാദമാണ്. എത്രയോ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തതിനുള്ള എത്രയോ ചർച്ചകളിൽ CPM, അന്ന് സഹയാത്രികനായിട്ടായിരിക്കും അത് പറയാത്തത്, പക്ഷേ CPM പ്രതിനിധികൾ വന്നിരുന്നിട്ട് ചില അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഉദ്യോഗസ്ഥരെ അല്ല ക്ഷേത്രങ്ങൾ ഭരിക്കാൻ ഇവിടെ അന്നത്തെ തിരുവിതാംകൂർ കവനന്റ് പ്രകാരം ഏൽപ്പിച്ചിരിക്കുന്നത്, ഉദ്യോഗസ്ഥർക്കല്ല. വിശ്വസിക്കുന്നത് ഭക്തജനങ്ങൾ ദേവസ്വം ബോർഡിലാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രതിനിധികൾ എന്ന് പറഞ്ഞ് ഈ ദേവസ്വം ബോർഡ് ഭരിക്കാൻ കാലാകാലങ്ങളിൽ കയറുന്നവരെയാണ് വിശ്വസിച്ചത്. അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സിൻ്റെ ഏറ്റവും സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഉണ്ണികൃഷ്ണൻ, അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല, ക്രിമിനൽ കോൺസ്പിറൻസിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച കത്ത് നോക്കൂ അഭിലാഷ്. ഐ ആം ഉണ്ണികൃഷ്ണൻ പോറ്റി, സോ ആൻഡ് സോ, ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം ദാറ്റ് ഐ ഹാവ് സം ഗോൾഡ് ബാലൻസ് ഇൻ മൈ ഹാൻഡ് ആഫ്റ്റർ ഫിനിഷിംഗ് ദ ഗോൾഡ് വർക്ക് ഓഫ് ശബരിമല. എന്താ പറയുന്നത്? സം ഗോൾഡ്. നോക്കൂ, എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഏതെങ്കിലും വിലയില്ലാത്ത സംഭവത്തെ പറ്റിയിട്ടാണോ? സം ഗോൾഡ്. ഈ കത്ത് കിട്ടുമ്പോൾ ശ്രീ വാസു എന്താ ചെയ്യേണ്ടുന്നത്? കള്ള, നീ എത്ര ഗോൾഡാണ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് ചോദിക്കണ്ടേ? എത്ര ഗ്രാം ഗോൾഡ് നിങ്ങളുടെ കയ്യിലുണ്ട്? ഈ ചോദ്യം വാസുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം അതിനെ എൻഡോസ് ചെയ്ത് തിരുവാഭരണ കമ്മീഷണർക്ക് കത്തയക്കുകയാണ്. ഇങ്ങനെ സ്പോൺസർ ആവശ്യപ്പെടുന്നു, ഒരു നിർധനയായ പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ നമ്മളുടെ സഹകരണം ചോദിക്കുന്നു. എന്താ അങ്ങയുടെ അഭിപ്രായം? അപ്പോൾ ഈ കോൺസ്പിറൻസിയിൽ നിന്ന് വാസുവിന് പിന്മാറാൻ സാധിക്കുമോ? പിന്മാറാൻ സാധിക്കത്തില്ല. ഇനി പ്രശാന്തിലേക്ക് വന്നാലോ? 2019 അദ്ദേഹം പറഞ്ഞതുപോലെ 40 വർഷം വാറണ്ടിയിൽ സ്വർണം പൂശിയത് 2023 ഈ പറഞ്ഞ നാണയമെറിഞ്ഞ് പ്രഭമങ്ങി, സ്വർണത്തിൻ്റെ പ്രഭമങ്ങി എന്ന് പറഞ്ഞ് വീണ്ടും കൊടുത്തുവിടാൻ കത്തറപാട് തുടങ്ങുകയാണ്. ബുദ്ധിയുള്ളവൻ ചോദിക്കില്ലേ, 40 വർഷം വാറണ്ടിയുള്ള സാധനം 4 കൊല്ലം കഴിഞ്ഞപ്പം പ്രഭ മങ്ങുമോ? അല്ലെങ്കിൽ ഇത് ആരാ ചെയ്തത്? ഇതിന് പിറകിൽ എന്ത് ഗൂഢാലോചന നടന്നിട്ടുള്ളത്? ഇത് തട്ടിപ്പ് നടന്നോ എന്ന് ചോദിക്കില്ലേ? അതിന് പകരം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? റജിലാൽ എന്ന് പറയുന്ന കസ്റ്റോഡിയൻ തിരുവാഭരണം കമ്മീഷണർ ഇതിന് ഇടയ്ക്ക് ഉടക്ക് നിന്നില്ലായിരുന്നുണ്ടെങ്കിൽ വീണ്ടും പോറ്റി കൊണ്ടുപോയനേത്. അങ്ങനെ അത് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് തിരുവാഭരണം കമ്മീഷണർക്ക് ആ നിലപാടെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത് ദേവസ്വം ബോർഡാണെന്നാണ്. അവർക്ക് അതിന് രേഖകളുണ്ട്. അല്ല, തിരുവാഭരണ കമ്മീഷണർ കസ്റ്റോഡിയനിലേക്ക് ഇത് എപ്പോഴാണ് എത്തുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഈ സാങ്ഷൻ എല്ലാം കിട്ടിയതിന് ശേഷം അവസാന ഘട്ടത്തിലാണ് ഇത് തിരുവാഭരണ കമ്മീഷനിലേക്ക് എത്തുന്നത്. ഇത് വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ ഇത് വിട്ടുകൊടുക്കാൻ ഇന്ന ആളെ ഏൽപ്പിക്കണം എന്ന തരത്തിൽ ചർച്ച വരുന്നത് എപ്പോഴാണ് കസ്റ്റോഡിയനെ തേടി നമ്മൾ പോകുന്നത്? ഇപ്പം നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് ഒരു സാധനം നമുക്ക് എടുക്കണമെങ്കിൽ, ഈ മാതൃഭൂമിയുടെ ലൈബ്രറിയിൽ എടുക്കണമെങ്കിൽ നമ്മൾ എപ്പോഴാണ് പോകുന്നത്? ശ്രീ അഭിലാഷ് മോഹൻ കൺസേൺഡ് ഉദ്യോഗസ്ഥന് അതിനുള്ള അനുവാദം കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിടുമ്പോൾ ലൈബ്രറിയും പറയാണ് ഇയാളുടെ കയ്യിൽ എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല. ഇവിടെ അതാണോ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് അതല്ല. ഈ കോൺസ്പിറൻസിയിൽ എല്ലാവർക്കും പങ്കുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം അഭിലാഷ്. ഇവിടെ സെപ്റ്റംബർ മാസം 7-ാം തീയതി മുതലാണല്ലോ ഈ സംഭവങ്ങൾ പുറത്തു വരുന്നത്. സെപ്റ്റംബർ മാസം 20-ാം തീയതി നടന്ന ഈ പറഞ്ഞ ആളില്ലാ സംഗമത്തിൽ ഈ പറഞ്ഞ കോൺസ്പിറൻസി പുറത്തേക്ക് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ കട്ട മുതൽ വീതം വെക്കുന്നതിൽ ഈ പങ്ക് കച്ചവടക്കാർ തമ്മിൽ ഉടക്കൊണ്ടായി പോറ്റി ട്രിഗർ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഈ വാസവൻ മന്ത്രി ഞങ്ങളുടെ പാർട്ട്ണറാണ് പോറ്റി എന്ന് പറഞ്ഞ് ആ വേദിയിൽ അവതരിപ്പിച്ചേനെ.
അതിന്റെ പ്രധാനപ്പെട്ട പാർട്ണർ, ഈ ആഗോള തട്ടിപ്പ് സംഗമത്തിന്റെ പ്രധാനപ്പെട്ട പാർട്ണർ പോറ്റിയായി മാറിയേനെ. അങ്ങനെ പറയാൻ സാധിക്കാത്തത് ഈ കട്ട മുതൽ വീതം വെക്കുന്നതിനകത്തുള്ള എതിർപ്പ് കൊണ്ടാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനകത്ത് BJP രാഷ്ട്രീയമേ ഉദ്ദേശിക്കുന്നില്ല, ഇത് വിശ്വാസികളുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ പാത തുടർന്ന് നാട് മൊത്തം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് തടയിലാണ്. 24-ാം തീയതി രാത്രി മുതൽ ഞങ്ങളുടെ സമരഭടന്മാർ ഈ പിണറായി വിജയനെയും ഈ കള്ളം മന്ത്രിമാരെയും ഈ ദേവസ്വം മന്ത്രിയെയും പുറത്തുവിടാതെ തരത്തിലുള്ള ശക്തമായ ഉപരോധവുമായി ഞങ്ങൾ പോകും. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. കോൺഗ്രസിന് ഒരുപക്ഷെ ഇത് സുവർണാവസരമായിരിക്കും, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വിശ്വാസികളുടെ പ്രശ്നമാണ്, വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, 30 കിലോ സ്വർണം എന്ന് ആ ഒരു ഇതിനകത്ത് നമ്മൾ നിർത്തരുത് ഇതിനെ. കാരണം ഇതൊരു വലിയ ഡിവൈൻ വാല്യൂ ഉള്ള സംഭവമാണ്. കോടാനുകോടി രൂപയുടെ ഡിവൈൻ വാല്യൂ ഉള്ള ദൈവിക മൂല്യമുള്ള മുതൽ ഇത് ഒരുക്കിയതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതെവിടെയോ ഏതോ ഒരാളുടെ, ഒരു പണക്കാരൻ്റെ, ഒരു വേദനിക്കുന്ന കോടീശ്വരന്റെ വീട്ടിൽ ഇത് ഇരിപ്പുണ്ട്. പോറ്റിയോടും ഈ പോറ്റിയുടെ സഹപ്രവർത്തകരായ ഈ ദേവസ്വം ഉദ്യോഗസ്ഥരോടും ദേവസ്വം ബോർഡ് പ്രതിനിധികളോടും പ്രസിഡന്റിനോടും ചോദിച്ചാൽ ഇതെല്ലാം പുറത്തു വരും.